പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇസ്രയേലി വിനോദസഞ്ചാരികൾ ഈ രാജ്യത്തേക്ക് വരരുത്. ഇസ്രയേലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാലിദ്വീപ്. 2025 ഏപ്രിൽ 15 പാർലമെന്റ് അല്ലെങ്കിൽ പീപ്പിൾസ് മജ്ലിസ് പാസാക്കിയിട്ടുള്ള മാലിദ്വീപ് നടപടിയിലാണ് കുടിയേറ്റ നിയമത്തിലെ 3ാം ഭേദഗതി പ്രകാരം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഈ കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇസ്രയേലി പൗരന്മാർക്ക് മാലിദ്വീപിലേക്ക് പ്രവേശനമില്ല എന്നാണ് ഇത് പ്രകാരം അറിയിക്കുന്നത്. പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ അതിക്രമങ്ങൾക്കും തുടർച്ചയായ വംശഹത്യയ്ക്കുമുള്ള സർക്കാരിന്റെ ഉറച്ച നിലപാടിന്റെ ഭാഗമായുള്ള തീരുമാനമാണ് ഇതെന്നതും ഈ നീക്കം ഇതിനൊക്കെ പ്രതിഫലിക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം ഓഫീസ് പ്രസ്താവനയിലൂടെ പറയുന്നു. പാലസ്തീൻ ലക്ഷ്യത്തോടുള്ള ദൃഢമായ ഐക്യദാർഢ്യവും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ശാശ്വത പ്രതിബദ്ധതയും മാലിദ്വീപ് സർക്കാർ വീണ്ടും ഉറപ്പാക്കുകയാണെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് ഉത്തരവാദിത്തത്തിനായി മാലിദ്വീപ് വാദിക്കുന്നത് തുടരുന്നുവെന്നും കൂടാതെ ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ചുകൊണ്ട് വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ശബ്ദം ഉയർത്താറുണ്ട് എന്നും ഇദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ പാസ്പോർട്ടുകൾ കൈവശമുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിക്കുമെന്ന മൊയ്സു സർക്കാരിന്റെ മുൻ പ്രതിജ്ഞ ചൊവ്വാഴ്ചയോടെയാണ് അംഗീകരിക്കപ്പെട്ടത്. ദക്ഷിണേഷ്യൻ മേഖലയിൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനും പിന്നാലെ ഇസ്രയേൽ പാസ്പോർട്ട് ഉടമകളെ അവരുടെ രാജ്യങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത് വിലക്കിക്കൊണ്ടാണ് പുതിയ തീരുമാനം. ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങളിൽ പൊതുജന രോഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് അടുത്തിടെ ബംഗ്ലാദേശ് തങ്ങളുടെ പൌരന്മാരെ ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാലിദ്വീപിന്റെയും ഈ തീരുമാനം. ഇസ്രയേൽ ഒഴികെ എന്ന ലിഖിതം പാസ്പോർട്ടിൽ വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ തുടരുന്ന വംശഹത്യയോടുള്ള പ്രതിഷേധമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നും പറയുന്നുണ്ട്. ഫലസ്തീനെതിരായിട്ടുള്ള തുടർന്ന ഇസ്രയേലിന്റെ നടപടികളെ അപലപിക്കുന്നത് ാണ് മാലിദ്വീപ് ഉറച്ചു നിൽക്കുന്നത്. സർക്കാരിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇരട്ട പൌരത്വമുള്ള ഇസ്രയേൽ പാസ്പോർട്ട് ഉടമകൾക്ക് 2ാം പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ വിലക്കില്ല എന്നും പറയുന്നുണ്ട്. 2025 മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഇസ്രയേലികൾ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള നടപടികളിലേക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രയേലി പാസ്പോർട്ട് ഉടമകൾ മാലിദ്വീപിൽ പ്രവേശിക്കുന്നത് തടയാൻ ആവശ്യമായ നിയമ ഭേദഗതികളും ഈ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു. തുടർന്നാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച് അത് പാസാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ് സമൂഹത്തിലെ മികച്ച 10 ഉറവിട വിപണികളിൽ ഒന്നായി ഇസ്രയേൽ ഉൾപ്പെടുന്നില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ വളരെയധികം ആശ്രയിക്കുന്നതാണ്. മാലിദ്വീപ് ടൂറിസം അധികൃതർ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം 2025 ഏപ്രിൽ 14 വരെ 7,29,932 വിനോദസഞ്ചാരികളാണ് ഈ ജനപ്രിയ സ്ഥലത്തേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ഇവരിൽ 70% പേരും ദ്വീപുകളിലുടനീളമുള്ള റിസോർട്ടുകളിലേക്കാണ് പോയിരിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ വരവിന്റെ 11% സംഭാവന ചെയ്യുന്ന ചൈനയാണ് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം ഇന്ത്യ 6ാം സ്ഥാനത്തുണ്ട്. ഈ വർഷത്തെ വരവിന്റെ 5% സംഭാവന ചെയ്തത് ഇന്ത്യയാണ് എന്ന് പറയുന്നുണ്ട്. ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച ഇസ്രയേലി വിനോദസഞ്ചാരികൾക്കുള്ള വിലക്ക് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രസിഡന്റ് ഓഫീസിന്റെ വക്താവ് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ കണക്ക് കൂടെ ഇതിനൊപ്പം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്.